ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ബിരിയാണിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളുടെ നോർമൽ ബിരിയാണിനെ ഒരുപാടായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ മീനിലോട്ട് വന്നിട്ട് ഒരുപാട് മസാലയൊന്നും ചേർക്കാണ്ട് സിമ്പിൾ മാരിനേഷൻ ചെയ്ത് വെക്കണം ഫസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരച്ച പേസ്റ്റ്, സുർക്ക, ഉപ്പ്, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ഫസ്റ്റ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് മീൻ വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അയിലയാണ്. അത് ഫുള്ളായിട്ട് മസാല പുരട്ടിയിട്ട് വെക്കുക. അയില എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കിത് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ്. അത് രണ്ടാമത്തത് എങ്ങനെ ഉണ്ടായിരിക്കും ബിരിയാണി വെച്ചാൽ എന്നുള്ളതൊന്ന് അന്വേഷിക്കാവുന്നു. അപ്പോൾ പിന്നെ മസാല ഒക്കെ പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നീട് അതൊന്ന് വന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാ എണ്ണ ഒഴിച്ചിട്ട് ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അധികം മൊരിയിക്കാണ്ട് ഒരു നോർമൽ ലെവലിൽ പൊരിച്ചെടുക്കുക. അപ്പോൾ മീനെല്ലാം പൊരിച്ചതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 3 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം പെരിഞ്ചീരകവും കുറച്ച് ഗ്രാമ്പും ഇത് എടുത്തിട്ട് നമ്മൾ നേരത്തെ മസാല കൂട്ടിയിട്ട് പൊരിച്ച ആ എണ്ണയിലേക്ക് തന്നെയാണ് ചേർത്തി കൊടുക്കുന്നത്. ഇതിന് ഞാൻ ലിസ്റ്റ് അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ തോന്നിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ബിരിയാണി അത്രേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബേ ലീഫ് എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നീട് അതിലോട്ട് ആവശ്യത്തിനുള്ള സവാള ചേർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത മീനിനനുസരിച്ചിട്ട് ഞാനൊരു 3 സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടിയിട്ട് ഒപ്പം അരച്ചതാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. ബിരിയാണി അല്ലേ, അപ്പോൾ നമുക്ക് മസാല സെപ്പറേറ്റ് അരച്ചിട്ട് അങ്ങനെ ചേർത്തി കൊടുക്കാണ്ട് ഞാൻ എപ്പോഴും ചെയ്യാറ് ഒരുമിച്ച് അരച്ച് ഒരുമിച്ച് ചേർത്തി കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു 2 സ്പൂൺ ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയൊക്കെ കൂടിയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിലോട്ട് കുറച്ച് തക്കാളി ചേർത്തി കൊടുക്കണം. ഒരു മീഡിയം സൈസിലുള്ള ഒരു വലിയൊരു തക്കാളിയാണ് ഞാൻ ചേർത്തി കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് കുറച്ച് കറിവേപ്പില ഞാൻ ഇടയിൽ ചേർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ പെട്ടില്ല, സോറി. അപ്പോൾ പിന്നെ മുളക് പൊടി ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് ഫിഷ് മസാല എങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ചേർത്തിയില്ല. പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം പിന്നീട് അതിലോട്ട് ഞാൻ ചേർത്തി കൊടുക്കുന്നത് ഒരു വലിയ 3 ടേബിൾ സ്പൂണോളം തൈരാണ്. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ തൈര് ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ ആ മസാലയിൽ കൂടെ കറക്റ്റായി യോജിച്ച് വരുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിയിട്ടുണ്ട്. അതുപോലെ റൈസ് വയ്ക്കുമ്പോൾ നമ്മൾ അതിൽ ഉപ്പ് ചേർത്തി കൊടുക്കും. അപ്പോൾ അധികം ആവാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് ചേർത്തി കൊടുത്താൽ മതി. അതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്തി കൊടുക്കാമല്ലോ. അപ്പോൾ ഉപ്പ് പാകത്തിനുള്ള മാത്രം ചേർത്തി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല സിമ്പിളാണ് എന്നുള്ളത്. അപ്പോൾ ഈ മസാല വന്നിട്ട് നല്ല ഡ്രൈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഏകദേശം മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള മീനാണ്. ആ മീൻ വന്നിട്ട് ഫുള്ളായിട്ട് ചേർത്തി കൊടുത്തിട്ട് മീൻ ഉടയാണ്ട് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. വെക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില അത് ചേർത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. ഏകദേശം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മസാലയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ
ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, കുറച്ച് ഗ്രാമ്പു, 2 ബേ ലീഫ്, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. എന്നതിന് ശേഷം ഒരു സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞതും ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ചതച്ച പേസ്റ്റ് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. വെള്ളം നമ്മൾ എത്രയാണോ അരി എടുത്തത് ആ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1.5 കപ്പ്, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം അതിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം മസാലയിൽ നമ്മളുടെ വെള്ളം അധികം ഇല്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള മസാലയാണ്. പിന്നീട് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുക്കുക. ഉപ്പ് ചേർത്തി കൊടുത്തിട്ട് അതിലോട്ട് ഇതേപോലെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർത്തി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നന്നായി തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്തി കൊടുക്കാം. അപ്പോൾ അരി നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടെന്ന് വെച്ചാൽ അരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്, തിളപ്പിക്കാൻ വേണ്ടിയിട്ട്, വേഗം എടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അരി ചേർത്തി കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടിച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യുക. എന്നിട്ടൊരു ദമ്മാവണ ഒരു ലെവലുണ്ടല്ലോ. ചില അരികൾ ചില സമയത്ത് ചില അരികൾ നമ്മൾ മേടിക്കുന്നതിനനുസരിച്ചിട്ട് അരികൾ ചിലപ്പോൾ നമ്മൾ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയി പോകും. എത്ര നമ്മൾ വേവിച്ചാലും അത് ഒരു വേവാത്ത ഒരു പോലെ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മാക്സിമം എടുക്കുമ്പോൾ നല്ല അരി തന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രത്യേകിച്ച് ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല അരി തന്നെ നോക്കിയെടുക്കുക. അപ്പോൾ അതിന് വല്ല അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ നമ്മളുടെ മസാല ഞാൻ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ, അതായത് വെള്ളം ഒന്ന് ദമ്മായ പോലെ എന്നാൽ കറക്റ്റ് ദമായിട്ട് ഒരു നല്ല വെള്ളം ഉണ്ടായിരിക്കണം. ആ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമ്മൾ മീൻ മസാല നമ്മൾ റെഡിയാക്കിയത് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇന്ന് ദമ്മീസ് നമ്മൾ ലെയറായിട്ട് ചെയ്യുമ്പോൾ അതിന് ഒരു സമയമാണ്. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, സിമ്പിളായിട്ട് ഹിൻഡുകളിലും ചെയ്ത ബിരിയാണി എന്നുള്ളത്. അപ്പോൾ മീനെല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചേർത്തി കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ റൈസിലേക്ക് ഡയറക്റ്റ് ആവാത്ത കാരണം റൈസ് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ എന്നതിന് ശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം സിമ്മിലിട്ടും കണ്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ റൈസ് അടിയിൽ കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ റൈസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ബിരിയാണിയാണ്, സിമ്പിൾ മാരിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് എങ്ങാനും ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഐറ്റംസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് കാലത്തിന് ശേഷം ഇതേപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ടായിരിക്കണം, മുന്നേ ഉള്ളതുപോലെ തന്നെ. അപ്പോൾ ഇനി ഞാൻ തുടർന്ന് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.